നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങൾ കത്തിച്ച് വച്ചിരിക്കുന്ന ആ സ്റ്റാറിന്, ആ നക്ഷത്ര ദീപത്തിന് താങ്കളോടൊരു സന്ദേശം പറയുവാനുണ്ട്. എന്നാണെന്നറിയാമോ ആ സന്ദേശം? പ്രിയപ്പെട്ടവനെ, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ യാഗങ്ങൾ കൊണ്ടോ, യോഗങ്ങൾ കൊണ്ടോ, കർമ്മകാണ്ഡങ്ങൾ കൊണ്ടോ, ദാനധർമ്മങ്ങൾ കൊണ്ടോ, പ്രവാചകന്മാരെ കൊണ്ടോ, പുരോഹിതന്മാരെ കൊണ്ടോ, മഹാപുരോഹിതന്മാരെ കൊണ്ടോ, മഹത് വ്യക്തികളെ കൊണ്ടോ, മതത്തിനെ കൊണ്ടോ, ഇസങ്ങളെ കൊണ്ടോ, മതത്തിൻ്റെ മേധാളന്മാരെ കൊണ്ടോ കഴിയാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതാ മനുഷ്യരൂപമെടുത്ത്, അമേ സ്തോത്രം, വാളെടുക്കാതെ, കുന്തമെടുക്കാതെ, കത്തിയെടുക്കാതെ, അമേ സ്തോത്രം, ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ അമേ സ്തോത്രം ഇറങ്ങി വരുവാനിടയായി തീരും. ചരിത്രാധിപരമായ സന്ദേശമാണ് കേട്ടോ ഈ സന്ദേശം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു അമ്മുമ്മ കഥയായി കണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഒരു പക്ഷെ തള്ളിക്കളയാം. എന്നാൽ പാലസ്തീന്റെ പച്ചമണ്ണിലേക്കൊന്ന് താങ്കളൊന്ന് കണ്ണോടിക്ക. അവിടെ താങ്കൾക്ക് തുറക്കപ്പെട്ടൊരു കല്ലറ കാണുവാനിടയായി തീരും. കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്ത മിശിഹ അവൻ യാത്ര ചെയ്ത വഴിയോരങ്ങൾ കാണുവാനിടയായി തീരും. അവിടെ താങ്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കിയ അവൻ തുറക്കപ്പെട്ട കല്ലറ കാണുവാനിടയായി തീരും. അവിടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ഒലിവുമല കാണുവാനിടയായി തീരും. ഞങ്ങളുടെ കർത്താവുണ്ടല്ലോ, അമേൻ സ്തോത്രം, ഒരു അമ്മുമ്മ കഥയോ, അമേൻ കുട്ടൂസന്റെ കഥയോ, അല്ലെങ്കിൽ ഒരു ഡാക്കിനിയോ കഥയല്ല ഞങ്ങൾ ഈ വൈകിയ വേളയിൽ ആത്മതപം ചെയ്ത് ഇവിടെ പ്രസംഗിക്കുവാനിടയായി തീരുന്നത്. പ്രവചിച്ച് 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 അമേൻ സ്തോത്രം ഈ ഭൂമിയിൽ പിറവിയെടുത്തവനെയ ഞങ്ങൾ ഇന്ന് പകൽ ഉയർത്തുവാനിടയായി തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തു എവിടെ ജനിക്കുമെന്നും, എപ്രകാരം ജനിക്കുമെന്നും, എന്തിന് ജനിക്കുമെന്നും, അവൻ എങ്ങനെ മരിക്കുമെന്നുമുള്ള പൂർണ്ണ വ്യക്തത വിശുദ്ധ വേദപുസ്തകം നൽകുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കന്യകയിൽ ജനിക്കുമെന്നും, ആ കന്യക അവൻ സ്തോത്രം അബ്രഹാമിയ കുടുംബത്തിന്റെ ഒരു തലമുറക്കാരിയായിരിക്കുമെന്നും, അവൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയം ഒരു വലിയ ശിശുഹത്യ നടക്കുമെന്നും, ആ സമയത്ത് ഈ ഭൂമിയിൽ പാർത്തിരിക്കുന്നവർ അവൻ ഈജിപ്തിലേക്ക് അവർ കരേറി പോകുമെന്നും, അനന്തരം ഇവിടത്തെ രാജാവ് മരിക്കുമ്പോൾ അവർ മടങ്ങി വന്ന നസ്രത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിനകത്ത് ജീവിക്കപ്പെടുമ്പോൾ അവനെ നസ്രയനെന്ന് വിളിക്കപ്പെടുമെന്നും, തന്റെ 30ാമത്തെ തിരുവയസ്സിൽ യോഹന്നാൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമനുഷ്യന്റെ കൈക്കീഴിൽ താൻ സ്നാനപ്പെടുമെന്നും, സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്ന ആത്മാവ് അവന്റെ മേൽ ആവസിച്ചുകൊണ്ട് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്നും, എന്തിനേറെ പറയുന്നു, മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും, ഉയർത്തെഴുന്നേൽപ്പിച്ച അനന്തരം അവന്റെ വാത്സല്യ ശിഷ്യന്മാരായ 12 പേരിൽ ഒരുവൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്നും, ഒറ്റിക്കൊടുക്കുന്നത് 35 25 വെള്ളിക്കാശിനല്ല 30 വെള്ളിക്കാശിന് അവനെ ഒറ്റിക്കൊടുക്കുമെന്നും, ഒറ്റിക്കൊടുന്ന അനന്തരം യഹൂദ മേധാളന്മാരും അവൻ റോമൻ പടയാളികളും ഒരുമിച്ച് ചേർന്ന് അവനെ പിടിച്ച് അവൻ കണ്ടാൽ ആളല്ല, രൂപഗുണമില്ല, അവൻ കണ്ടാൽ മനുഷ്യന്റെ ഒരു ഗുണവുമില്ലാതെ വണ്ണം അവൻ പരസ്യ കോലമാകുമെന്നും, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായി സകല പാപവും സകല മനുഷ്യരുടെയും പാപം തന്റെ ചുമലിൽ ഏന്തി 3 കാരിരുമ്പാണികളാൽ പച്ചപ്പയിൽ മര കുരിശോട് ചേർത്തടിച്ച് അരുമനാഥൻ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിടുമെന്നും, അവൻ താൻ വാക്ക് പറഞ്ഞ പ്രകാരവും വാഗ്ദത്തം ചെയ്ത പ്രകാരവും 3ാം നാൾ താൻ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും, ഉയർത്തെഴുന്നേറ്റനന്തരം അവൻ ഒരു മൂലയിൽ ചെന്ന് അവൻ സമൂഹവും ദേശവും കാണെ സ്വർഗാരോഹണം ചെയ്യുമെന്ന് പറഞ്ഞ അവൻ അതേ ദൂതുകൾ അവൻ ഒന്നുപോലും വള്ളി പൊള്ളിപ്പെടാതെ അവൻ മാറിപ്പോകാതെ വണ്ണം ഇതിനകത്ത് പ്രവചന ദൂതുപോലെ കഴിഞ്ഞ നാളുകളിൽ എന്റെയും നിങ്ങളുടെയും നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുകളിൽ കണ്ടെങ്കിൽ ഇതിനകത്തുള്ള വചനം പറയുകയാണ്, അന്നാളിൽ അവന്റെ കാൽ അവൻ ഒലിവുമലയിൽ നിൽക്കോ, ഒലിവുമല 2ആയി പിളരോ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദങ്ങൾ വള്ളി പൊള്ളിവിടാതെ അത് പ്രാവർത്തികമായെങ്കിൽ
ഇന്ന് പകൽ ഞങ്ങൾ ഉറക്കെ പറയട്ടെ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുകയാണ്, വേഗം വരാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. അവൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും വിളിച്ചു പറയുന്ന, താങ്കളോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. എന്നാന്നറിയാമോ? മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ മരിച്ചാൽ എവിടാ പോകുന്നത് പ്രിയ ബ്രദറെ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അഭിമാനത്തോടെ പറയും, അവൻ ഈ പുസ്തകം എടുത്ത ഞങ്ങൾ ആരുടെ മണ്ണിന്റെ ജമ്മികളല്ല, ആരുടെ മണ്ണിന്റെ അവകാശികളല്ല. ഞങ്ങൾ മരിച്ച അവൻ ഈ ഭൂമിയിൽ ആരുടെ മണ്ണിന്റെ ജമ്മിയായി കടന്നു പോയാലോ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നൊരു സമയമുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിന്റെ കാഹളത്തോടും അസംഖ്യമായ ദൂതഗണങ്ങളുടെ അകമ്പടിയോടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ഉയർത്തുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ് വീണ്ടും വരാൻ പോകുന്നു.